ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വിയറ്റ്നാമിലെ കുട്ടികൾ വർഷം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് അന്താരാഷ്ട്ര ശിശുദിനം. ഇന്നത്തെ ദിവസം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ ശിശുദിനാഘോഷം കാണാൻ വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം കുട്ടികളുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അച്ഛനമ്മമാരും കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ആദ്യമായി ഉണ്ടായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മജീഷ്യൻ്റെ പ്രോഗ്രാമാണ്. മജീഷ്യൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരം മാജിക്കുകൾ കാണിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവർ നന്നായി കൈയടിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ തന്നെ മജീഷ്യൻ മാജിക്കിലൂടെ ചോക്ലേറ്റും മറ്റും എടുത്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതും കാണാം. ഇതൊക്കെ കാണാൻ കുട്ടികൾക്ക് വളരെ താല്പര്യമാണ്. ശിശുദിന പരിപാടികളൊക്കെ മുഴുവൻ നടത്തുന്നത് ഇവിടുത്തെ മാനേജ്മെൻ്റാണ്. ഇന്നത്തെ എല്ലാ പരിപാടികളിലും കുട്ടികൾക്ക് പങ്കെടുക്കുകയും ആഘോഷിക്കുകയുമാവാം. അടുത്തതായി പോയത് കോട്ടൺ ക്യാൻഡി ബൂത്തിലേക്കാണ്. ഇവിടെ ലൈവായി കോട്ടൺ ക്യാൻഡികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികൾ വരുന്നതിനനുസരിച്ച് ഈ ക്യാൻഡികൾ കൊടുക്കുന്നുമുണ്ട്. പഞ്ചസാരയാണ് ഈ ക്യാൻഡികൾ ഉണ്ടാക്കാനായി ഇവർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഉപകരണവും നമുക്കിവിടെ കാണാം. ഈ ക്യാൻഡി കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും ഇവിടെ വന്ന് വാങ്ങുന്നതും നമുക്ക് കാണാം. അടുത്തതായി കണ്ടത് പലതരത്തിലുള്ള ടോയ്സ് ഫിഗറിൽ നിൽക്കുന്ന ആളുകളെയാണ്. ഇവർ കുട്ടികളെ രസിപ്പിക്കുന്നുമുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ കലമുണ്ടാക്കുന്നതാണ്. അതേ രീതിയിൽ ക്ലേ ഉപയോഗിച്ച് കുട്ടികൾ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ തന്നെ ചെറിയ ചെറിയ മൺകുടങ്ങളും ഉൾപ്പെടുന്നു. കുട്ടികളെ സഹായിക്കാനായി വളണ്ടിയർമാരെയും ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് ആക്ടിവിറ്റിക്കിടയിൽ വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നു. ഈ കാണുന്നത് വിയറ്റ്നാമിലെ പരമ്പരാഗതമായ ഒരു ആക്ടിവിറ്റിയാണ്. നല്ല മനോഹരമായ ഒരു മോൾഡിലെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്നതാണ് ആക്ടിവിറ്റി. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള കുറച്ച് മഷികളും. ഇവിടെ നമുക്ക് കാണാം ആ ബ്ലാക്ക് കളർ മഷി ഉപയോഗിച്ച് ആ മോൾഡിലെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പേപ്പറിലേക്ക് ഒപ്പിയെടുത്തിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കുട്ടികൾ തമ്മിൽ ചെസ്സ് കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ചെസ്സ് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ചെസ്സ് കളിയുടെ അടുത്ത് തന്നെ ഒരു ടോയ് കാറും നമുക്ക് കാണാം. ഈ ടോയ് കാർ പ്രവർത്തിക്കുന്നത് റിമോട്ടിലാണ്. ഇത് പ്രവർത്തിക്കാനായി തന്നെ പല കുട്ടികളും ഇവിടെ ഇരിക്കുന്നു. ഇത് പ്രവർത്തിപ്പിക്കാനായി അവരുടെ കയ്യിൽ ഒരു റിമോട്ടും ഉണ്ട്. റിമോട്ട് ഉപയോഗിച്ച് കാർ ഈ കാണുന്ന ട്രാക്കിലൂടെ ഓടിക്കാൻ സാധിക്കും. ഇത് കാണാനായി ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിലും വണ്ടിയുടെ മെക്കാനിക്കൽ കാരണങ്ങളാൽ അത് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല. പിന്നെ വെയിറ്റ് ചെയ്യാതെ ഞാൻ പോയത് അടുത്ത ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു ചേച്ചി മനോഹരമായ രീതിയിൽ ബലൂൺ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള രൂപങ്ങളാണ് ഈ ചേച്ചി ഉണ്ടാക്കി നൽകുന്നത്. കുട്ടികളും ഇതിനായി വരിവരിയായി കാത്തു നിൽക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ തന്നെ വളരെ മനോഹരമാണ്. പലതരത്തിലുള്ള ചെറിയ ചെറിയ ബലൂണുകൾ ഉപയോഗിച്ച് അവ കെട്ടിയുണ്ടാക്കുന്നതാണ് പലതരം രൂപങ്ങൾ. ഇത് കണ്ടുകൊണ്ട് ഞങ്ങളും കുറച്ച് സമയം ഇവിടെ നിന്നു. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇവിടെ പലതരത്തിലുള്ള ചോക്ലേറ്റുകളും മിൽക്കുകളും വാട്ടർ ബോട്ടിലുകളും മറ്റും ഒരുക്കിയിരിക്കുന്നു. ആവശ്യമായ ചോക്ലേറ്റുകൾ കുട്ടികൾക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ മനോഹരമായി തോന്നിയത് ഈ കാണുന്ന ക്ലേ മോഡലിംഗ് ആണ്. കുട്ടികൾ പറയുന്നതിനനുസരിച്ച് ഈ കാണുന്ന ചേച്ചി പലതരം ക്ലേ മോഡലുകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ മോഡലുകൾ കാണാൻ വളരെ മനോഹരമാണ്. വിവിധ വർണ്ണത്തിലുള്ള ക്ലേകൾ നമുക്കിവിടെ കാണാം. ഈ ക്ലേ ഉപയോഗിച്ചാണ് ഈ ചേച്ചി മനോഹരമായ ക്ലേ മോഡലുകൾ ഉണ്ടാക്കുന്നത്. അത് ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടവുമാകുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് മജീഷ്യൻ്റെ പലതരം രസിപ്പിക്കുന്ന കളികളാണ്. കുട്ടികളെ സ്റ്റേജിൽ കയറ്റിയ ശേഷം പാട്ടുകൾ പ്ലേ ചെയ്ത് കുട്ടികളെ ഡാൻസ് കളിക്കാൻ പറയുന്നു. അതിനുശേഷം പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾ നിശ്ചലരായി നിൽക്കണം. മജീഷ്യൻ പലതരം ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ ചിരിപ്പിക്കാൻ നോക്കുന്നതാണ് ഈ ആക്ടിവിറ്റി.
അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.